Hi friends. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെ സിമ്പിൾ ആയിട്ട് ഒരു ഔട്ട്ലൈൻ വരയ്ക്കാം. ഒരു ഡ്രോയിങ് നമ്മൾ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത് ഒരു ഷെയ്ഡിങ്ങോ അല്ലെങ്കിൽ കളറിങ്ങോ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത് ഔട്ട്ലൈൻ വരയ്ക്കുകയാണ്. അപ്പോൾ ഔട്ട്ലൈൻ വരയ്ക്കാൻ മിക്കവർക്കും ലൊക്കേഷൻ, ഐസിൻ്റെ ലൊക്കേഷൻ, നോസിൻ്റെ ലൊക്കേഷനൊക്കെ തെറ്റിപ്പോകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പം അതുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. നമുക്കറിയാം ഔട്ട്ലൈൻ വരയ്ക്കാൻ ഒരുപാട് മെത്തേഡുണ്ട്. ഗ്രിഡ് മെത്തേഡുണ്ട്, പിന്നെ നമുക്ക് ട്രേസിങ് മെത്തേഡുണ്ട്, അതേപോലെ ഫ്രീ ഹാൻഡ് ഉണ്ട്, വെറുതെ വരയ്ക്കുന്നതുണ്ട്. അങ്ങനെ ഒരുപാട് മെത്തേഡ്സ് ഒക്കെ ഉണ്ട് അല്ലേ. അപ്പം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഏകദേശം ഒരു ഗ്രിഡ് മെത്തേഡിൻ്റെ മോഡൽ തന്നെയാണ്, എങ്കിലും കുറച്ചുകൂടെ സ്പീഡിൽ ഔട്ട്ലൈൻ വരയ്ക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് കറക്റ്റ് ലൊക്കേഷൻ കിട്ടുന്ന ഒരു മെത്തേഡാണ്. പക്ഷേ ഇത് ചെയ്യാൻ കുറച്ച് ക്ഷമ വേണം, അതേപോലെ തന്നെ ഒരു കറക്റ്റായിട്ടുള്ള ഒരു ഒബ്സർവേഷനും വേണം. അതാണ് ഈ രണ്ട് കാര്യങ്ങളും ഈ ഔട്ട്ലൈൻ വരയ്ക്കുമ്പോഴേക്കും നമുക്ക് ഉണ്ടാവണം. ബാക്കി നമുക്ക് വീഡിയോയിലൂടെ തന്നെ അറിയാം. അപ്പോൾ അതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, ഞാനിവിടെ എടുത്തിരിക്കുന്ന നോർമൽ ആയിട്ടുള്ള ഒരു ഷീറ്റാണ്, A4 ഷീറ്റാണ്. 80 GSMൻ്റെ A4 ഷീറ്റ്, ഒരു ലെഡ് പെൻസിൽ എടുത്തിട്ടുണ്ട്, ഒരു റബ്ബർ, പിന്നെ ഒരു സ്കെയിൽ. ഈ മെത്തേഡിൽ സ്കെയിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. പിന്നെ ഞാൻ റെഫറൻസ് പിക്ചറായിട്ട് എടുത്തിരിക്കുന്നത് ഒരു മാഗസിനിൽ നിന്ന് വെട്ടിയെടുത്തൊരു ഫേസാണ്. കുറച്ചുകൂടെ നല്ല രീതിയിൽ ഷെയ്ഡ്സും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഒരു പ്രിൻ്റഡ് ആയിട്ടുള്ള ഒരു റെഫറൻസ് പിക്ചർ കയ്യിലുള്ളത് നല്ലതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ വരയ്ക്കാൻ സാധിക്കും. ഇനി പേപ്പർ ഒരു വശത്തേക്ക് മാറ്റുക, അതിനുശേഷം അതിൻ്റെ അടുത്തായിട്ട് തന്നെ റെഫറൻസ് പിക്ചർ വയ്ക്കുക. എന്നിട്ട് നമ്മൾ ആ റെഫറൻസ് പിക്ചർ നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്തിട്ട് ലൈൻസ് വഴി നമ്മളിത് ഔട്ട്ലൈൻ വരയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം നമ്മളത് കറക്റ്റ് ആ ഒരു പൊസിഷനിൽ പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു മാസ്കിംഗ് ടേപ്പ് വെച്ചിട്ട് ബോണ്ട് പേപ്പർ ആണെങ്കിലും അതേപോലെ തന്നെ ആ റെഫറൻസ് പിക്ചർ നമ്മൾ കറക്റ്റായിട്ട് ആ പ്ലേസിൽ ഒട്ടിച്ച് വയ്ക്കുക. ഇപ്പം ഞാൻ മൊബൈലിലാണ് ഷൂട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് എനിക്ക് മൊബൈലിൽ എങ്ങനെ റെഫറൻസ് പിക്ചർ വെച്ചിട്ട് എങ്ങനെ ഔട്ട്ലൈൻ വരയ്ക്കും എന്നുള്ളത് കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പോൾ മൊബൈൽ നോക്കി വരയ്ക്കാനാണെങ്കിൽ കുറച്ചുകൂടെ ടഫായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സൂം ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് എടുക്കുക, എന്നിട്ട് ഈ സെയിം മെത്തേഡ് സ്കെയിൽ യൂസ് ചെയ്ത് ലൊക്കേറ്റ് ചെയ്ത് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മൾ ആ ബോണ്ട് പേപ്പർ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന പേപ്പർ ഏകദേശം അടുത്തായിട്ട് ആ ഫേസ് എവിടെ മിഡിലായിട്ടാണ് വേണ്ടതെങ്കിൽ അവിടെയായിട്ട് പ്ലേസ് ചെയ്യുക. എന്നിട്ട് നമ്മളിവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലൊക്കേഷൻ കറക്റ്റായിട്ടൊന്ന് ഒബ്സർവ് ചെയ്യുകയാണ്. നോസ് എവിടെയാണ്, ലിപ്സ് എവിടെയാണ്, ഐസ്, ഫേസിൻ്റെ ഷേപ്പ് കംപ്ലീറ്റ് എവിടെയായിട്ട് വരും എന്നൊക്കെ ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് വരച്ചു തുടങ്ങുക. നമ്മൾ സ്കെയിൽ എടുത്ത് ഹൊറിസോണ്ടലായിട്ടുള്ള ലൈൻസാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അതായത് ഫേസിൻ്റെ ഓരോ ഭാഗത്തിൻ്റെയും നേരെയായിട്ട് നമ്മൾ ഓരോ ഹൊറിസോണ്ടലായിട്ടുള്ള ലൈൻസ് വരച്ച് പോവുകയാണ്. നമ്മളെപ്പോഴും ഒരു ഔട്ട്ലൈൻ വരയ്ക്കുമ്പോഴേക്കും ആ കറക്റ്റ് എക്സാക്റ്റ് ആ ഫേസിൻ്റെ അതേ ഷേപ്പ് നമുക്ക് ഫസ്റ്റ് ആ ഔട്ട്ലൈനിൽ നമ്മൾ വരയ്ക്കുന്ന ഫ്രീ ഹാൻഡ് ആയിട്ടുള്ള ഔട്ട്ലൈനിൽ ഒരിക്കലും കറക്റ്റ് ആ ഫേസ് കട്ട് ഫീൽ ചെയ്യത്തില്ല നമുക്ക്. അപ്പോൾ ഡിസപ്പോയിൻറ്റഡ് ആവേണ്ട കാര്യമില്ല. കാരണം പെൻസിൽ ഡ്രോയിങ് ചെയ്യുന്നവരാണെങ്കിലും അല്ലെങ്കിൽ കളർ പെൻസിൽ ഡ്രോയിങ് ചെയ്യുന്നവരാണെങ്കിലും ആ ഷെയ്ഡ്സ് കറക്റ്റായിട്ട് നമ്മൾ ഷെയ്ഡ്സ് കൊടുത്ത് വരുമ്പോൾ കറക്റ്റ് എക്സാക്ട്ലി ആ ഫേസിൻ്റെ ഷേപ്പ് വരും. ഓക്കെ, നമ്മളിപ്പോൾ ഹൊറിസോണ്ടൽ ലൈൻസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഐസിൻ്റെ വിഡ്ത്ത് എത്രയാണ്, നോസ് എത്രത്തോളം ഉണ്ട്, ലിപ്സ്, മൗത്ത് ഒക്കെ എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഏകദേശം ഒരു ഐഡിയ നമുക്ക് കിട്ടും. ഹൊറിസോണ്ടലായിട്ടുള്ള ലൈൻസ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ റെഫറൻസ് പിക്ചർ നേരെ എടുത്തിട്ട് ഷീറ്റിൻ്റെ മേളിലായിട്ട്, അതായത് നടുക്കായിട്ടാണ് നമുക്ക് പിക്ചർ വേണ്ടെങ്കിൽ ആ നടുക്കായിട്ട് പ്ലേസ് ചെയ്യുക. ഇതേപോലെ തന്നെ ടേപ്പ് വെച്ച് പ്ലേസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് വെർട്ടിക്കലായിട്ട് ഇതേപോലെ തന്നെ ഓരോ ഭാഗത്തിൻ്റെയും സ്ട്രിപ്സായിട്ട് വരച്ച് വയ്ക്കുക. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഐസും നോസൊക്കെ കറക്റ്റായിട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ജസ്റ്റ് അവിടെ ഷോർട്ടായിട്ടൊന്ന് എഴുതി വയ്ക്കുക. ഐസ് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, നോസ് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഫസ്റ്റ് ലെറ്റർ ഇയോ എന്നോ അങ്ങനെയൊക്കെ ലെറ്റേഴ്സ് വെച്ചിട്ടോ എങ്ങനെയെങ്കിലും നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക എവിടെ നിന്നാണ് സ്റ്റാർട്ടിങ് എന്നുള്ളത്. ഇനി നമ്മൾ ഓരോ ഭാഗവും ആക്യുറേറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുക. ഈ ഐസിൻ്റെ മെഷർമെൻറ്റ് എത്രയാണെന്ന് കറക്റ്റ്, ഇപ്പോൾ 5 സെൻറ്റിമീറ്റർ ആണെങ്കിൽ 5 സെൻറ്റിമീറ്റർ ഇപ്പുറത്തോട്ട് മാറ്റി വരയ്ക്കുക. അങ്ങനെ ചെയ്യുന്നവരുണ്ട്, പക്ഷെ അത് ഒരുപാട് ടൈം എടുക്കേണ്ടി വരും ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും. ഇതാകുമ്പോൾ അത്ര സമയം എടുക്കത്തില്ല. ഇത് നമുക്ക് ജസ്റ്റ് എന്തെങ്കിലും സംശയം തോന്നുവാണെങ്കിൽ ആ സ്കെയിൽ വെച്ച് കറക്റ്റ് ആ പൊസിഷൻ നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ സ്കെയിൽ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യുന്നത്. നോസ് എവിടെയായിട്ടാണ് എൻഡ് ചെയ്യുന്നത്, ഐസ് എവിടെയായിട്ടാണ് എൻഡ് ചെയ്യുന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഞാൻ മെഷർമെൻ്റ് ഒന്നും ഇവിടെ എടുക്കുന്നില്ല. കാരണം നമ്മൾ ഓൾറെഡി ആ ഹൊറിസോണ്ടലും വെർട്ടിക്കലും ലൈൻസ് വരച്ചിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ
നമുക്ക് എളുപ്പത്തിൽ തന്നെ അത് ലൊക്കേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. ഈ ഔട്ട്ലൈനും പിന്നെ ലാസ്റ്റ് ഞാൻ ചെറുതായിട്ടൊരു ഷെയ്ഡിങ്ങും ചെയ്യുന്നുണ്ട്. ഇത് ഞാനൊരു അരമണിക്കൂർ കൊണ്ട് കംപ്ലീറ്റ് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ കറക്റ്റ് ആക്യുറേറ്റ് ഫേസ് കട്ട് വന്നില്ലെന്നിരിക്കും. പക്ഷേ നിങ്ങൾ ചെയ്യുമ്പോഴേക്കും പയ്യെ സമയമെടുത്ത് ചെയ്താൽ മതി. കാരണം സമയമെടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള ആക്യുറേറ്റ് ആയിട്ടുള്ള ഫേസ് കട്ട് കിട്ടുകയും ചെയ്യും. ഷെയ്ഡിങ്ങും കാര്യങ്ങളും കൂടി ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു ഇഫക്റ്റും കിട്ടും. അപ്പം ഞാൻ സ്പീഡ് ചെയ്തുകൊണ്ടാണ്, നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ആണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. എങ്ങനെ കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ട് ഔട്ട്ലൈൻസ് ചെയ്യാമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. പയ്യെ ടൈം എടുത്ത് 1-2 മണിക്കൂർ വെച്ച് നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്ത് ചെയ്യുവാണെങ്കിൽ ഫ്രീ ഹാൻഡ് പ്രാക്ടീസും കൂടി ആകും ഇത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മുടെ ഔട്ട്ലൈൻ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ബാക്കിയുള്ള ലൈൻസും കാര്യങ്ങളൊക്കെ നമുക്ക് റബ്ബ് ചെയ്ത് കളയാം. പിന്നെ ഞാൻ ചെറുതായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്ത് കാണിക്കാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഔട്ട്ലൈൻ വരയ്ക്കുമ്പോഴേക്കും ചിലപ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള ആ ഫേസ് കട്ട് ഫീൽ ചെയ്യത്തില്ല. അപ്പം അതോർത്ത് ഡിസപ്പോയിൻറ്റഡ് ആവേണ്ട കാര്യമൊന്നുമില്ല. ഇത് നല്ല രീതിയിൽ തന്നെ നമുക്ക് പ്രാക്ടീസിലൂടെ വളർത്തിയെടുക്കാവുന്ന ഒരു മെത്തേഡാണ്. നല്ലൊരു ഒബ്സർവേഷനും ആക്യുറേറ്റ് ആയിട്ട് എവിടെയൊക്കെയാണ് ആ ലൊക്കേഷൻ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് പിക്ചേഴ്സ് ഇങ്ങനെ ചെയ്ത് വന്നു കഴിയുമ്പോൾ നമുക്ക് കറക്റ്റ് ആ ഫേസ് കട്ട് കിട്ടുകയും ഷെയ്ഡിങ്ങിലൂടെ റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു ഇമേജ് കിട്ടുകയും ചെയ്യും. ഫ്രീ ഹാൻഡ് ആയിട്ടുള്ള ഔട്ട്ലൈൻ പെർഫെക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ പ്രാക്ടീസിലൂടെ മാത്രമേ പറ്റത്തുള്ളൂ. പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. ഓരോ പിക്ചേഴ്സും ഇതേപോലെ എടുത്ത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നാൽ പെർഫെക്റ്റായി ലാസ്റ്റ് ശരിയാവും. ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എങ്ങനെ ചെയ്യാമെന്നുള്ളത് ജസ്റ്റ് കാണിക്കാനാണ് ഈ വീഡിയോ ചെയ്തത്. വളരെ സിമ്പിളായിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുവാണ്. ഞാനിവിടെ ഷെയ്ഡ് ചെയ്തത് ജസ്റ്റ് ഒരു 3B പെൻസിൽ വെച്ചിട്ടാണ് ഞാൻ ഇവിടെ ഷെയ്ഡ് ചെയ്തത്. അപ്പോൾ ബിഗിനേഴ്സ് ആയിട്ടുള്ളവരൊക്കെ ഈ മെത്തേഡ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുമെന്ന് ഞാൻ കരുതുന്നു. താങ്ക്